ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഹോളിൽ വന്നിരിക്കുമ്പോഴാണ് കേട്ടോ അച്ഛ അങ്ങാടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛ അല്ലൂനും പിള്ളേർക്കൊക്കെ എന്തൊക്കെയോ മിഠായും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അഞ്ചും ചാരും ഇവിടെ അല്ല കേട്ടോ, അവർ പൂക്കോട്ടിലേക്ക് പോയതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ അലക്കാൻ നിന്നു കേട്ടോ. അതായത് രാവിലെ അമ്മ മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ മെഷീനിൽ ഇടാനുള്ള ഒരു തുണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കല്ലിൽ അലക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇതേ അരീക്കോട് വരെ പോവാണ് കേട്ടോ. അല്ലൂനെ ഡോക്ടറെ കാണിക്കാനും പിന്നെ എനിക്കൊന്ന് രണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. കീശ്ശേരിയിൽ നിന്ന് അരീക്കോട് വരെ ഞാൻ ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അരീക്കോട്ടേക്ക് കുട്ടാട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടാൻ്റെ കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അച്ചും അപ്പും വാവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതേ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ അവിടെ തിരിച്ച് വീട്ടിലെത്തുന്നത്. എന്തൊക്കെയോ ഒരു മാറ്റം കേട്ടോ. തലേന്ന് നല്ല രീതിയിൽ കാറ്റും മഴയൊക്കെ വന്നതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ നല്ല രീതിയിൽ ചണ്ടി ചമ്മലൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് ലിയോൻ്റെ അടുത്തേക്ക് നൂമീൻ്റെ അടുത്തേക്ക്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ചായക്ക് പൊറോട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ ചെല്ലണ വിവരം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. പിന്നെ ചേച്ചി ചായയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ചായയും ബ്രെഡ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞേരം ഞാൻ താഴേക്ക് തന്നെ ഇറങ്ങി വന്നിട്ട് അവിടേക്ക് ഒന്ന് അടിച്ചേരി തുടച്ചിടാന്ന് വിചാരിച്ചു. അതായത് ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരാഴ്ചത്തെ ആ ഒരു പൊടിയും ചണ്ടിയും ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി പിന്നെ തുടയ്ക്കലും അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കീശ്ശേരിക്ക് തന്നെ പോവാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അതുകൊണ്ടാണ് വന്നപ്പെട്ട ഡ്രസ്സിൻ്റെ ആ ഒരു ടോപ്പ് മാത്രമേ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പാൻറ്റ് അത് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോവാന്ന് വിചാരിച്ചിട്ട് കുട്ടാടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ തുടയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പാറ്റുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് മഴ പെയ്തതുകൊണ്ടാണ് തോന്നുന്നു നല്ല രീതിയിൽ പാറ്റുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുടച്ച് കഴിഞ്ഞതിന് ശേഷം വേഗം ലൈറ്റൊക്കെ ഓഫാക്കി നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അതായത് ഫുഡ് അവിടെ ആയിരുന്നു കേട്ടോ. ചേച്ചി ചക്കപ്പുഴുക്കും നെയ്ച്ചോറും പിന്നെന്താ ഞണ്ട് അതേപോലെ ചിക്കൻ കറി പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊറോട്ട അങ്ങനെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ കീശ്ശേരി പോകാമെന്ന് വിചാരിച്ച് നിന്നതാണ് കേട്ടോ. പക്ഷേ ഏട്ടൻ കടയിൽ നിന്ന് വന്നപ്പോഴേക്കും നേരെ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അല്ലൂന് ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും പിന്നെ ഒരുപാട് നേരം വൈകിട്ടോ. അപ്പോൾ ഏതായാലും രാവിലെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.